ഹലോ ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സ്കൂളാണ് കാണിക്കുന്നത്. പപ്പി സത്യ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും രമേശ് എന്ന് പറഞ്ഞ കുട്ടി വരികയാണ്. എന്നിട്ട് സത്യോട് ചോദിക്കുകയാണ്, നീ നിൻ്റെ അച്ഛനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛനെ തോപ്പിക്കാൻ വേണ്ടി ഏത് ഓട്ടക്കാരനെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറയും. അതെൻ്റെ അച്ഛനാണെന്ന് സത്യ പറയുമ്പോഴേക്കും രമേശൻ പറയുകയാണ്, ഇതുവരെ വരാത്ത അച്ഛൻ ഇപ്പം എങ്ങനെ വന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ഇത് കേട്ടിട്ട് പപ്പിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. പപ്പി വന്നിട്ട് പറയും, അത് അവളുടെ അച്ഛൻ തന്നെയാണ്, അവൾക്കൊരു അച്ഛനുണ്ട്, അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല, നീ ഒന്ന് പോടാ, നീ കുറേ ദിവസമല്ലോ ഈ സത്യയുടെ പുറകെ ഇത് പറഞ്ഞ പപ്പി പറയാണ്. അപ്പോഴേക്കും രമേശൻ പറയാണ്, ഇവക്ക് അച്ഛനില്ല, ഇവൾക്ക് അച്ഛനില്ലാത്തവളായി ഇവളെന്നൊക്കെ പറയാണ്. ഇനി പപ്പി പറയും, ഇനി നീ മേലെ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രമേശിനെ നേരെ നിൽക്കുകയാണ്. അപ്പോഴേക്കും രമേശൻ പറയും, ഇനി ഞാൻ പറയും ഇവക്ക് അച്ഛനില്ലാത്ത ഇവൾ വാടകയ്ക്ക് അച്ഛനെ എടുത്തുകൊണ്ട് വന്നതാന്നൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും പപ്പിക്ക് സത്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. അങ്ങോട്ട് രമേശിനെ പിടിച്ച് ആ സ്കൂൾ ബസ്സിനെ അങ്ങോട്ട് നേരത്തെ പിടിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇടിച്ച് നല്ല അടി കൊടുത്ത് നന്നായിട്ട് ഇടിയൊക്കെ കൊടുക്കുകയാണ്. ദേഷ്യം മുഴുവൻ ആ കുട്ടിയെ നേരത്തെ. അപ്പോഴേക്ക് സത്യം പറയുകയാണ്, പപ്പി വേണ്ട, ഒന്നും ചെയ്യേണ്ടെന്ന് പറയുകയാണ്. എന്നിട്ടും പപ്പി നിർത്തുന്നില്ല. പപ്പി നല്ല ഇടി വെച്ച് കൊടുത്ത് മൂക്കിൽ നിന്ന് ഇവിടുന്ന് ചോരയൊക്കെ വരുന്നു. ഈ രമേശൻ ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും പപ്പി വിടുന്ന മട്ടില്ല, നല്ലതായിട്ട് ഇടിച്ച് പരത്തുകയാണ്. നമ്മുടെ വിഷ്ണുവിൻ്റെ മോളാണല്ലോ, പിന്നെ ആ ഒരു ഇത് കാണാതിരിക്കത്തില്ലോ. അങ്ങനെ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ. സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സും പേരൻസിനെ എല്ലാം വിളിച്ചിരിക്കുമായിരിക്കും. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റാഫ് റൂമാണ്. പപ്പി, സത്യ, രമേശൻ്റെ അച്ഛൻ, സത്യാമ്മ, വിഷ്ണു, ശാലിനി എല്ലാവരും ഉണ്ട്. ശാലിനിയും വിഷ്ണു സത്യാമ്മയൊക്കെ ഇങ്ങനെ ഒരു ലെവലിരിക്കുകയാണ്. ഹരിദാസ് ഒക്കെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് കുട്ടികളടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹരിദാസ് ചോദിക്കുകയാണ്, ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനാണോ അത് ഗുണ്ടായിസം കാണിക്കാനാണോ വിടില്ല, എൻ്റെ മോൻ്റെ മൂക്കിടിച്ച് പപ്പടം പരുവത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് സത്യാമ്മയും വിഷ്ണു അവരൊന്നും മിണ്ടുന്നില്ല. കാരണം അവരുടെ പക്ഷത്ത് തെറ്റെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും പറയാണ്, സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഇനി അതിനുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്നുള്ള രീതി പറയാം. അപ്പോഴേക്കും ഹരിദാസ് പറയുകയാണ്, നിങ്ങൾ മര്യാദയ്ക്കല്ല, നിങ്ങളെ കോടതി കയറ്റുമോ എന്നൊക്കെയുള്ള രീതി പറയുകയാണ്. അപ്പോഴേക്കും സത്യാമ്മ, കോടതി വരെയൊക്കെ എത്തിയോ ഈ കേസ് എന്നുള്ള രീതിയിലൊക്കെ ഒരുമാതിരി ഇത് പറയുകയാണ് സത്യാമ്മ. എന്നിട്ട് പ്രിൻസിപ്പൾ പപ്പിയോട് സത്യയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് രമേശിൻ്റെ മൂക്കിടിച്ചതെന്ന്. അപ്പോഴേക്കും രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും വീണ്ടും ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. അപ്പോൾ ശാലിനി വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പോഴേക്കും രമേശിനോട് ചോദിക്കുക, ഇവർ രണ്ടിൽ ആരാ നിൻ്റെ മൂക്കിടിച്ച് പരത്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പറയാണ്, ഈ പത്മിനിയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സത്യാമ്മയ്ക്ക് അങ്ങ് വല്ലാണ്ടാവുകയാണ്. കാരണം സത്യയുടെ മണ്ടയ്ക്ക് വെക്കാമെന്നുള്ള രീതിയാണ് പത്മിനിയാന്ന് പറയുമ്പോഴേക്കും സത്യാമ്മ ഒരുമാതിരി ആയിട്ടിരിക്കുക. അപ്പോഴേക്കും പറയണേ, ഇതിനുള്ള പരിഹാരം എന്താണെങ്കിലും നമുക്ക് ചെയ്യാമെന്നൊക്കെ ഉള്ള രീതി പറയുമ്പോഴേക്കും രമേശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പരിഹാരം ചെയ്യാമെന്നാണ് ഈ പറയുന്നത്. അപ്പോഴേക്കുമാണ് പറയുന്നത്, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ എടുക്കാമെന്നുള്ള രീതി പറയുമ്പോഴേക്കും, അങ്ങനെ ഞങ്ങളെ വിലയ്ക്ക് മേടിക്കാമെന്ന് വിചാരിക്കേണ്ട, ഇച്ചിരി പൈസ കുറവുണ്ടെന്നേ ഉള്ളൂ, മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. സത്യാമ്മ ഈ പറയുന്ന ഒരുമാതിരി അഹങ്കാര രീതിയിലാണ് പറയുന്നത്. അത് അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് അവരതിന് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, വേറൊന്നുമല്ല അമ്മ ഉദ്ദേശിച്ചത്, നമുക്ക് ഹോസ്പിറ്റലിലെ ചിലവ് കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാം എന്നുള്ള രീതിയാണെന്ന് പറയുന്നത്. അപ്പോഴേക്കും പ്രിൻസിപ്പൾ കയറിയിട്ട് പറയുകയാണ്, അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കുഞ്ഞിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മരുന്ന് മേടിക്കാനോ ഒക്കെ കാര്യങ്ങൾ അവർ ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ്. കൃഷ്ണൻ അങ്ങനെ പറയുമ്പോൾ ഹരിദാസ് ഒന്ന് അടങ്ങുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയാം, വീണ്ടും ഗുണ്ടായിസം കാണിക്കാനാണോ എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും പ്രിൻസിപ്പൾ പറയും, ഗുണ്ടായിസം ഒന്നുമല്ല, കുട്ടികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയും മുട്ടിയും എന്നൊക്കെ ഇരിക്കും എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞത് സോൾവ് ആക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പത്നിക്കും സത്യക്കും അത്യാവശ്യം വേണ്ട ശിക്ഷയൊക്കെ തന്നെ കൊടുക്കും എന്നുള്ള രീതി പറയുന്നുണ്ട്. ശാലിനി പറഞ്ഞ് സംഭവിച്ചതിനൊക്കെ സോറി പറയാണ്, അല്ലാതെ ഇപ്പം നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, സംഭവിച്ചു പോയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാണ്. അപ്പോഴേക്കും സത്യാമ്മയുടെ ആ ഒരു ദേഷ്യ ഭാവങ്ങൾ കണ്ടിട്ട് ഹരിദാസിന് അത്ര ഇതാകുന്നില്ല. അപ്പം പറയാം, ശിക്ഷ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഞങ്ങൾ നോക്കും, എന്നിട്ട് ഇനിയിപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ നിന്ന് നല്ല പഠിപ്പിച്ചു വിട്ടിട്ടെങ്കിലേ കുട്ടികൾ അത് കാണിക്കൂ എന്നുള്ള രീതിയിലൊക്കെ ഹരിദാസ് പറയാണ്. ഇതെല്ലാം കേട്ട് സത്യാമ്മ തല കുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ പക്ഷത്താണല്ലോ തെറ്റ് വന്നേക്കുന്നത്. അപ്പോഴേക്കും പത്മിനിയോട് പറയാണ്, പപ്പി നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ വീട്ടിലോട്ട് വാ, ശരിയാക്കുന്നുള്ള രീതി കുറേ വഴക്കുകളൊക്കെ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് നേരെ അവിടുന്ന് പോകുന്നത്. ശാലിനിയാണ് പ്രിൻസിപ്പളിനോട് പറയാണ്, കൊച്ചിനൊക്കെ മാപ്പൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അപ്പോഴേക്കും പ്രിൻസിപ്പൾ പറയണം, അതൊന്നും കുഴപ്പമില്ല, ഇനി കുട്ടികളല്ലേ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണം. ഹരിദാസും അത്യാവശ്യം നല്ല ദേഷ്യത്തിലാണ്. എല്ലാവരും അവിടെ നിന്ന് പോവാണ്. ഇങ്ങനെയാണെങ്കിൽ സത്യാമ്മയുടെ വീടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. രോഹിത്, ശ്യാമയും രാഘവനാരും എല്ലാവരും ഇങ്ങനെ ഇരിക്കും. എന്താ ഇവിടെ സംഭവിച്ച അറിയത്തില്ല. ഒരു കോള് വന്നിട്ട് സത്യാമ്മ വിഷ്ണുവിനും ഇവിടെ പോയതല്ല, അപ്പോൾ എന്താ സംഭവം ഇവരോട് വിളിച്ചു പോലും പറയാതെ രക്ഷകർത്താക്കളെ കൂട്ടാതെ ഇവരാണ് പോയേക്കുന്നത്. സത്യാമ്മ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് പോയി, എന്തെങ്കിലും ഇനി പപ്പിക്ക് വല്ല വയ്യഴിയ കാര്യങ്ങളാണോ എന്താണെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ച് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇവർ നിൽക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് സത്യാമ്മയുടെ കാറ് വരുന്നത്. കാറിൽ നിന്ന് ഇവിടെ ഇറങ്ങുമ്പോഴേക്കും തന്നെ പപ്പി ഇങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ടായിരുന്നു. അപ്പോഴേക്കും എന്താ സംഭവം എന്നുള്ള രീതി എല്ലാവരും ഇങ്ങനെ പറയുന്നത്, ഐഡി വാടി നീ ഇങ്ങോട്ട്, നീ ആ സത്യയുടെ കൂട്ടത്തിൽ ചേർന്ന നീ ഇത്ര ഇതാകുന്നത്, നീ എന്നെ ഗുണ്ടായിസം കാണിക്കാനാണ് സ്കൂളിലേക്ക് പോകുന്നതെന്ന് എല്ലാവരും പ്രിൻസിപ്പൾ വരെ ചോദിച്ചു എന്നുള്ള രീതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും വിഷ്ണു പറയാം, മതി അമ്മ, എത്ര നേരമായി അവളെ വഴക്ക് പറയുന്നത്, സ്കൂൾ തൊട്ട് അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ എന്നുള്ള രീതി പറയുകയാണ്. അപ്പോഴേക്കും അച്ഛനും ശ്യാമയും രോഹിത്തൊക്കെ എന്താ സംഭവിച്ചെന്നുള്ള രീതി വീണ്ടും ചോദിക്കുകയാണ്. എന്നിട്ട് ആരും ഒന്നും പറയുന്നില്ല, സത്യാമ്മ ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും എന്താ മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സത്യാമ്മയോട് ചോദിച്ചിട്ട് സത്യാമ്മ ഒന്നും പറയാകത്തോട്ട് പറയാം. അപ്പോൾ വിഷ്ണു പറയാണ്, അത് അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയെ അവൾ 2 വെച്ച് കൊടുത്തു എന്ന് പറയാണ്. ശ്യാമയാണോ അയ്യോ എന്നുള്ള രീതി നിൽക്കുകയാണ്.
അപ്പോഴേക്കും പറയണം ആ കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇതിനു വേണ്ടി ഇവിടെ കിടന്ന് ഇത്ര ബഹളം ഉണ്ടാക്കേണ്ട കാര്യം രാമനാർ പറയണം. അപ്പോഴേക്കും സത്യം വന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ നിസ്സാരമാക്കി, ആ കുട്ടിയുടെ മൂക്കിന് ചോര വന്നിട്ട് നിൽക്കാതെ ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള രീതി പറയണം. ശ്യാമ വന്നിട്ട് മോളെ എന്താ നീ കാണിച്ചതെന്നുള്ള രീതി ദേഷ്യപ്പെട്ട് പറയാണ്. അപ്പോഴേക്കും പറയും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കാൻ പോകരുതെന്ന് പറയണം. അപ്പോഴേക്കും പപ്പി ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണെങ്കിൽ രോഹിത് സ്നേഹത്തോട് ചോദിക്കുക മോളെ എന്തിനാ കുട്ടികൾ വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പപ്പി പറയണം അത് എന്നെ സത്യം കളിയാക്കിയെന്നു. അപ്പോഴേക്കും സത്യം പറഞ്ഞു അവളുണ്ടൊരു സത്യം ഉണ്ടാവണം, അവൾ എന്നുമായിട്ട് ഇവളുമായിട്ട് കൂട്ടുകൂടി അന്ന് തൊട്ട് തുടങ്ങി എൻ്റെ കൊച്ചിൻ്റെ കഷ്ടകാലം, അവൾ ഒറ്റൊരാൾ കാരണം എൻ്റെ കൊച്ചിങ്ങനായി പോയെന്നുള്ള രീതിയിലൊക്കെ പറയാണ്. അപ്പോഴേക്കും വീട്ടിലുള്ളവർക്കൊക്കെ അത്രയ്ക്ക് ഇതായിട്ട് സത്യയ്ക്ക് സത്യയുടെ ആ ഒരു പപ്പിയുടെ ഇതും ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോഴേക്കും രാമനാർ പറയാം ആ കുട്ടികളായ അങ്ങനെയൊക്കെയാണ് ഭാമേ എന്ന് പറയുമ്പോഴത്തേക്കും പറയും നിങ്ങളൊക്കെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ, കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട ശാലിനിയുടെ മോളല്ലേ അവളെന്ന് പറയണം. ഇത് കേൾക്കും വിഷ്ണുവിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണു പറയണം മതി അമ്മ നിർത്ത്, അവിടെ വെച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞാലേ ഇനിയെങ്കിലും നിർത്തുമെന്ന് പറയണം. അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എൻ്റെ വാടപ്പിക്കലാണല്ലോ നിങ്ങളുടെയൊക്കെ ഇത്, ഇനിയൊന്നും പറയുന്നില്ല, എൻ്റെ മോനും ഞാനും കൂടെ ആണല്ലോ പ്രിൻസിപ്പലിൻ്റെ വാരത്തെ മുഴുവൻ കേട്ടാന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പൊന്നി അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് സത്യം അകത്തോട്ട് കയറി പോവാണ്. രോഗത്ത് പപ്പിയോട് ചോദിക്കണം മോളെ എന്തിനാ കുട്ടിയായിട്ട് വഴക്കുണ്ടാക്കി എന്നുള്ള രീതി വീണ്ടും ചോദിക്കുമ്പോഴേക്ക് പറയും ഞങ്ങളെ കളിയാക്കിയെന്നു പറയാം. അപ്പോൾ പറയും മോളെ എന്ത് പറഞ്ഞാൽ കളിയാക്കിയെന്ന് പറയുക, എന്നെ അല്ല കളിയാക്കിയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സത്യയാണ്. സത്യയെ എൻ്റെ അവൾ എന്നെപ്പോലല്ല, അവൾക്ക് അച്ഛനില്ലാത്ത കുട്ടിയല്ലേ. എന്നിട്ട് അവൻ പറയുകയാണ് എൻ്റെ വിഷ്ണു അച്ഛനെ വേഷം കെട്ടിക്കൊണ്ട് വന്നതാണ്, അവൾക്ക് അച്ഛനില്ലാത്തതെന്നൊക്കെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോഴത്തേനും ദേഷ്യം വരത്തില്ലേ. ബെസ്റ്റ് ഫ്രണ്ട് സത്യയോട് പറഞ്ഞ അവൾക്ക് അച്ഛനില്ലാത്ത വിഷ്ണു അച്ഛനെ വേഷം കെട്ടിക്കൊണ്ട് വന്നതാ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം വരത്തില്ലേ, അവൾക്ക് എന്നെപ്പോലല്ലോ അവൾക്ക് അച്ഛനില്ലാത്തല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്യാമയുടെ മുഖത്ത് ഇതിൻ്റെതായ വിഷമങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വിഷ്ണു ശ്രദ്ധിക്കുന്നൊക്കെയാണ്. എന്നിട്ട് ശ്യാമയോട് ചോദിക്കുകയാണ് അമ്മ അവൾക്കൊരു വിഷമം വരുമ്പോൾ എനിക്ക് കയറി ഇടപെടണ്ടേ എന്നുള്ള രീതി പറയാം, എനിക്ക് വിഷമാവത്തില്ലേ എന്ന് പറയാം. അപ്പം ശ്യാമ പറഞ്ഞാൽ അത് വിഷമാവും എന്നുള്ള രീതി പറയുമ്പോഴേക്കും ഇതും വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ പപ്പിയെ എടുത്തിട്ട് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് പറയുകയാണ് മോളെ അങ്ങനെ ആരുമായിട്ട് മഴക്കൊന്നും ഉണ്ടാക്കല്ലേ, വിഷ്ണു അച്ഛൻ ഒരു ഗുണ്ടയായിരുന്നു, വിഷ്ണു അച്ഛനെ പോലെ ഇനി വേറൊരാൾ ഈ വീട്ടിൽ വേണ്ട, പിന്നെ ഗുണ്ട വിഷ്ണു എന്നറിയപ്പെടുന്ന പോലെ ഗുണ്ട പപ്പിയൊന്നും വേണ്ട ഇവിടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് വിഷ്ണു അച്ഛൻ എനിക്കൊരു വിഷമം കൂടെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും പറയും സത്യമ്മ പപ്പി ഒരുപാട് വഴക്ക് പറഞ്ഞു, അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് വിഷമമായി, അവൾ ഒരുപാട് സങ്കടപ്പെട്ട വീട്ടിലോട്ട് പോയി, അവളെ കണ്ട് എനിക്ക് മാപ്പ് പറയണം ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറയണം. അപ്പോഴേക്കും പറയാം അത് നമുക്ക് വഴി ഉണ്ടാക്കാമെന്നുള്ള രീതിയിലൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. ശരിക്കും വാക്ക് തരുമെന്ന് ചോദിച്ചിട്ട് വാക്ക് കൊടുക്കുകയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ശാലിനി സത്യം എടുത്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തിനാണ് നീ കുട്ടിയെ വഴക്കുണ്ടാക്കിയത്, എന്തിനാണ് നീ ഗുണ്ടായസത്തിന് കാണിക്കുകയാണ്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ശാരദാമ്മ വന്നിട്ട് കുട്ടികളെ അങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വളർന്നു വരത്തുള്ളൂ, പിന്നെ എന്തോ കുട്ടികളാണ് എന്നൊക്കെയുള്ള രീതി പറയുമ്പോഴേക്കും പറയാം അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മതി, ഞാനാണ് ഇന്ന് പ്രിൻസിപ്പളിൻ്റെ വായിലത്തെ മുഴുവൻ കേട്ടതെന്ന്, അത് സത്യമ്മയുടെ വായിലത്തെ മുഴുവൻ കേട്ടു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശാരദാമ്മ പറയാണ് അത് പിന്നെ നിന്നെ എവിടെ വെച്ച് എന്ത് പറയാൻ കിട്ടിയാലും അത് അവസരം വിനിയോഗിക്കുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയാണ്. ഇവളല്ല പപ്പിയാണ് ആ കുട്ടിയെ തല്ലിയത് എന്ന് പറയുമ്പോഴേക്കും പപ്പിയോ തല്ലിയോ എന്ന് ചോദിക്കുമോ, പിന്നെ അമ്മ എന്താ ഇത്ര നേരം കേട്ടോണ്ടിരുന്നത്, ആ കുട്ടിയെ തല്ലി മുഖമെല്ലാം ഒരുമാതിരിയായിട്ട് കിടക്കുക, മുഖയും ചോരയൊക്കെ വന്നെന്ന് പറയുമ്പോഴേക്കും ശാരദാമ്മ ഇങ്ങനെ അയ്യോ ഈശ്വര എന്നുള്ള രീതിയിലൊക്കെ വെക്കുകയാണ്. അപ്പോഴേക്കും പറയാം ഈ സത്യം അപ്പോഴേക്കും പറയാം അവന് കിട്ടിയത് പോരാ അതാ എനിക്ക് തോന്നുന്നത്. അப்புறம் കേട്ടില്ല ഇവള് പറയുന്നത്, ഇത്രയും കാണിച്ചിട്ട് അവൾ പറയുന്നത് കേട്ടില്ല എന്ന് പറയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കും. പറയാം ആ കുട്ടി എപ്പോൾ എന്നെ കണ്ടാലും കളിയാക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും പറയാം കളിയാക്കുന്നുണ്ടെങ്കിൽ ടീച്ചറിനോട് പറയാം, അല്ല നിങ്ങൾ കയറി ഇടപെടുകയാണ് അടിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് പറയാം, എപ്പോഴും എന്നെ കരയിക്കും എന്നൊക്കെ ഉള്ള രീതി പറയുമ്പോഴും പറയാം അതൊക്കെ ടീച്ചറിനോടല്ലേ പറയേണ്ടത് എന്ന് HMനോട് പറഞ്ഞല്ല, നിങ്ങൾ ഗുണ്ടായസം കാണിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ വിഷമിച്ച് കൈയും കെട്ടി അവിടെ ഇങ്ങനെ നിൽക്കുക. സത്യം പറയണം അമ്മയ്ക്ക് വിഷമമായെങ്കിൽ ഇനി ഞാനൊന്നും പറയത്തില്ല, അവൻ എന്നാ പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ട് നിന്നോളാന്നുള്ള രീതി പറയാം. അപ്പോഴേക്ക് ശാരദാമ്മ ചോദിക്കണം അല്ല അടിച്ചു പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, ആ കുട്ടി എന്താ മോളെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറഞ്ഞാൽ അച്ഛനില്ലാത്ത കുട്ടി എന്നാണ് എന്നെ കളിയാക്കിയെന്ന് പറയുമ്പോഴേക്കും ശാലിനി അങ്ങ് കൈ കെട്ടിയിരിക്കുമായിരുന്നു, ആ കൈയൊക്കെ അങ്ങ് അറിയാതെ അഴിഞ്ഞു പോകണം, ശാലിനി അങ്ങ് ഇല്ലാതായെന്നുള്ള രീതി, ശാലിനിക്ക് വിഷമം കൊണ്ട് വയ്യാത്ത രീതിയിലാണ് പറയുന്നത്. കാരണം ഈ ഒരു കാര്യത്തിന് ഇവർ അടി ഉണ്ടാക്കിയെന്ന് ഒട്ടും ശാലിനി വിചാരിക്കുന്നില്ല. എന്നിട്ട് സത്യമായിരിക്കണം അമ്മ എനിക്ക് അച്ഛനില്ല, എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരാത്ത എന്നെ എൻ്റെ അച്ഛൻ്റെ ജോലി എന്നാ, എൻ്റെ അച്ഛനെ എനിക്കൊന്ന് എവിടെയാണെന്ന് പറയുന്നത് എന്നുള്ള രീതി അച്ഛനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴേക്കും ശാലിനി അങ്ങ് വിഷമിച്ചിട്ടിറങ്ങി, എൻ്റെ മോളുടെ മനസ്സിൽ ഇത്രയും വിഷമം ഉണ്ടായിരുന്നു, ഇവരെ എന്തിനാ അമ്മ എന്നെ ഇത്ര അച്ഛനില്ലാത്ത രീതി ഇങ്ങനെ വളർത്തി എല്ലാവരും മുന്നിൽ കളിയാക്കിപ്പിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ അങ്ങ് പറയുകയാണ്. ശാലിനി അങ്ങ് കരഞ്ഞു പോവുകയാണ് അവിടെ ഇരുന്ന്. അപ്പോഴേക്കും ശാരദാമ്മ പറയും ഇപ്പം രണ്ടുപേരും കൂടെ എന്നെ കരയിപ്പിക്കുമല്ലോ, മോളെ ശാലിനി നീ അവളെ സമാധാനിപ്പിക്കുക, അവളെ ഇങ്ങനെ കരയിപ്പിക്കുക എന്നുള്ള രീതിയിൽ പറയണം. അപ്പോഴേക്കും ശാലിനി പറയണം അമ്മ അവൾ പറഞ്ഞു കേട്ടില്ലേ, അച്ഛനില്ലാതെ എല്ലാവരുടെ മുന്നേ എന്തിനും എന്നെ ഇങ്ങനെ കളിയാക്കുന്ന രൂപത്തിലാക്കി വളർത്തിയെന്ന് ചോദിക്കുന്ന കേട്ടില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ശാലിനി ഞാൻ കരയുന്ന കാണുമ്പോഴത്തേക്കിന് സത്യം പറയണം അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്, ഇനി അമ്മയ്ക്ക് വിഷമമായി ഞാൻ ഇനി അങ്ങനെ ചോദിക്കത്തില്ല, അമ്മ കണ്ണ് തുടയ്ക്കുന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ അങ്ങ് തുടച്ച് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പപ്പി ബാൽക്കണിയിൽ ഇരുന്ന് പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് ആരും അങ്ങോട്ട് വരത്തില്ലെന്നുള്ള വിശ്വാസത്തിൽ പപ്പി പറയണം സത്യാമ്മ
ചേച്ചിയമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു, സത്യം വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് അവരോടെല്ലാം പോയി മാപ്പി ചോദിക്കണം. ഞാനിപ്പോൾ പോയി ചോദിച്ചാൽ ആരും അറിയത്തില്ല, കാരണം ഈ ഒരു ടൈമിൽ ആരും എന്നെ അന്വേഷിച്ച് വരത്തില്ലോ എന്നുള്ള രീതി പപ്പി അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങുകയാണ് ശാലിനിയെ കണ്ട് മാപ്പ് പറയാൻ വേണ്ടി. അത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. ഷിജിന ശ്യാമൻ.